കൊല്ലം കോർപ്പറേഷൻ മുൻ ഭരണസമിതി വിവിധ പദ്ധതികളിലായി 9 കോടി രൂപ ചെലവഴിച്ചിട്ടും അഷ്ടമുടി കായലിലെ മാലിന്യം നീക്കിയില്ല എന്നാണ് റിപ്പോർട്ട്. കായലിൽ ആന്റിബയോട്ടിക് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. പദ്ധതികൾക്ക് പണം ചെലവഴിച്ചതിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അഷ്ടമുടിയുടെ സംരക്ഷണത്തിന് ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലം കോർപ്പറേഷനിലെ 2020-25 ഭരണസമിതി ചിലവിട്ടത് 9 കോടിയിലധികം രൂപ. ആശ്രാമം ലിങ്ക് റോഡ് മുതൽ KSRTC വരെയുള്ള ഭാഗത്തെ അവസ്ഥ ഇപ്പോഴും ദുരിതപൂർണം. കായലിന്റെ 50 കടവുകളുടെ നവീകരണം നിലച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള മ്യൂസിക്കൽ ഫൗണ്ടേഷൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ആഴം കൂട്ടാനായി കരയിലേക്ക് കോരിട്ട ചെളി കായലിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്നു. തീരദേശ വികസന കോർപ്പറേഷനും മൈനർ ഇറിഗേഷൻ വകുപ്പും നടത്തിയ പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. ഇത് വൻ അഴിമതിയാണ് കൊല്ലം കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം 7.5 കോടി രൂപയിൽ ബാക്കി വരുന്ന ഫണ്ടുകൾ എന്തിനു വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വരും ഘട്ടത്തിൽ ഇത് തുടർ നടപടിയിലേക്ക് പോകുമോ എന്ന് ഞങ്ങൾക്കൊരു വ്യക്തതയില്ല. അത് വ്യക്തത തരേണ്ട പുതിയ ഭരണസമിതിയാണ്. ഫാത്തിമ മാതാ കോളേജിലെ ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ ബാക്ടീരിയകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ദീർഘവീക്ഷണമില്ലാതെ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന LDF ഭരണസമിതി പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചതാണ് അഷ്ടമുടിക്കായലിന്റെ അവസ്ഥ കൂടുതൽ മോശമാകാൻ കാരണമെന്നതാണ് നിലവിലെ ഭരണസമിതിയുടെ വാദം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.